അങ്കമാലി അതിരൂപതയെ ആട്ടിയുലയ്ക്കാൻ ഒരു ചാനലും പിളർത്തൽ സന്ദേഹം പരത്താൻ ഒരു അവതാരകനും സൂര്യന് കീഴിലല്ല പ്രപഞ്ചസ്ഥലത്തിനുള്ളിലെ സർവ്വ വിഷയങ്ങളെക്കുറിച്ചും ആർക്കും എന്തും പറയാം. അത് പാവനമായ അഭിപ്രായ സ്വാതന്ത്ര്യം. എറണാകുളം അങ്കമാലി അതിരൂപത ഉൾപ്പെട്ട കാര്യത്തിൽ ജയശങ്കർ എന്ന അവതാരകന് വരെയും അഭിപ്രായം പറയാം. കാര്യം ഗ്രഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞാലും ഇല്ലെങ്കിലും. ഒരു പക്ഷേ കഴിഞ്ഞ ദിവസം അതിരൂപതയിലെ മെത്രാസന മന്ദിരത്തിൽ കടന്നുകയറി ചില വിമതർ ചെയ്തു കൂട്ടിയത് കണ്ടിരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വ്യത്യസ്തമാകുമായിരുന്നു എന്ന് സംശയം. മനസ്സ് പണയം വച്ചാൽ എന്തു നിലപാടും ആർക്കും സ്വീകരിക്കാൻ കഴിയുമെന്നത് മറക്കുന്നില്ല. അപ്പസ്റ്റോലിക് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്തു പിതാവിന് മുമ്പിൽ നടത്തിയ അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ കൃത്യമായി പറഞ്ഞു തരും. വിമതർ ആരെന്നും അവരെ നയിക്കുന്നത് ഏത് സ്പിരിറ്റ് എന്നും. അതു തിരിച്ചറിയാൻ പ്രത്യേകിച്ച് ക്രൈസ്തവ ജ്ഞാനം ആവശ്യമില്ല, ഒരു ഭാഷയും അറിയേണ്ടതുമില്ല. അതവിടെ നിൽക്കട്ടെ. തൻ്റെ മനോഭാവങ്ങൾ കൊണ്ട് വിസ്തരിക്കാവുന്നത്ര കാര്യങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ച പ്രശ്നത്തിലുള്ളൂ എന്ന് വിശ്വസിക്കാൻ ജയശങ്കർക്ക് സ്വാതന്ത്ര്യമുണ്ട്. ആവിഷ്കാര കൗശലത്താൽ ആരാധക വൃന്ദത്തെ അങ്ങനെ വിശ്വസിപ്പിക്കാനും. താൻ പറയുന്നത് ചരിത്രവും നീതിവിധിയുമാണെന്ന് അവകാശപ്പെടാം. എന്തൊക്കെ ഫാൻറ്റസിയുമാകാം, അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് അദ്ദേഹത്തിന് പക്ഷം ചേരാം, ശരിതെറ്റുകളൊന്നും നോക്കാതെ തന്നെ. ഒപ്പം വിമതപക്ഷമായ ഒരു ചെറിയ വിഭാഗം കൈക്കൊണ്ട തീവ്ര നിലപാടാണ് ശരിയെന്ന് ഉദ്ധീരണം ചെയ്യാനും അദ്ദേഹത്തിന് സദാ സ്വാതന്ത്ര്യമുണ്ട്. സീറോ മലബാർ സഭാ നേതൃത്വവും വത്തിക്കാനും മാർപ്പാപ്പയും നിർദ്ദേശിച്ചതിനെ ധിക്കരിക്കുന്ന വിമതരെ രണ്ടു കൈയും ചേർത്തടിച്ച് പിന്തുണയ്ക്കാം. അദ്ദേഹം ചെയ്യുന്നത് ഇതൊക്കെ തന്നെ എന്ന് നിരീക്ഷിക്കാൻ മറുപക്ഷത്തിനും തുല്യാവകാശമുണ്ട്. വിമതപക്ഷത്തെ പിന്തുണച്ചാൽ അവർക്കൊപ്പം നിന്ന പഴയ അതിരൂപതാധികാരി ആയിരുന്നു ശരിയെന്നും കൂടി പറയേണ്ടി വരുമല്ലോ. അങ്ങനെ കരുതിയാൽ അദ്ദേഹത്തിനു വേണ്ടി കണ്ണീരൊഴുക്കേണ്ടി വരികയും വരും. അതോടെ പഴയ അധികാരിയെ ബലിയാടായി ചിത്രീകരിക്കുക സ്വാഭാവികം. അദ്ദേഹത്തെ മാറ്റി നിർത്തിയത് കൊടും ക്രൂരതയാണെന്നും അത് ചെയ്തവർ ഹിറ്റ്ലറെ പോലെയാണെന്നും പറയുന്നത് അടുത്ത സ്വാഭാവികത. ഒരു സമാനതയുമില്ലെങ്കിലും ഹിറ്റ്ലർ വധശിക്ഷ അല്ലെങ്കിൽ സ്വയം ഹത്യ വിധിച്ച ജർമ്മൻ ഫീൽഡ് മാർഷൽ എർവിൻ റോമലിനോട് പഴയ അതിരൂപത അധികാരിയെ ഉപമിക്കാനുള്ള ആവിഷ്കാര കൗശലം അവതാരകനുണ്ടായി. പക്ഷേ ഹിറ്റ്ലറും റോമലും ജർമ്മനിയുമല്ല തിരുസഭയെന്ന് ഒരു കാര്യത്തിൽ ഉന്നത പിതാവിൻ്റെ നിർദ്ദേശം സഭാ ചൈതന്യത്തോടെ അനുസരിച്ചു വഴങ്ങിയാൽ മറ്റൊരു കാര്യത്തിൽ ഉപരി അനുഗ്രഹം ലഭ്യമാകുന്ന ദൈവികയിടമാണ് തിരുസഭയെന്ന് അവതാരകനെ ആരാണ് പറഞ്ഞു കൊടുക്കുക? മാറ്റി നിർത്തപ്പെട്ട പിതാവിന് വേണ്ടി സങ്കടപ്പെടുന്ന അവതാരകൻ ചില കാര്യങ്ങൾ അറിയാതെ പോയി. താൻ കണ്ടറിഞ്ഞ മറ്റിടങ്ങളിലെ താരിപ്പുകളല്ല തിരുസഭയിലേതെന്ന്. പാപമല്ലാത്ത കാര്യങ്ങളിൽ മേലധികാരമുള്ള പിതാവിൻ്റെ വാക്കുകളാണ് സ്വന്തം ഇഷ്ടത്തേക്കാൾ സഭാമക്കൾ മാനിക്കേണ്ടതെന്ന പാഠം. രണ്ടു ശരികളുണ്ടെങ്കിൽ അധികാരപ്പെട്ടവർ പറയുന്ന ശരിയാണ് നിശ്ചയമായും സ്വീകരിക്കേണ്ടതെന്ന പാഠം. സഭയുടെ ചൈതന്യം ഇതാണെന്നും ഈ അനുസരണവും വഴക്കവും വഴി യേശുവിൻ്റെ അനുസരണത്തിലാണ് പങ്കുചേരുന്നതെന്നും വിശ്വസിക്കുന്നവരാണ് സഭാഗണമെന്ന പാഠം. ഇതേ അനുസരണമാണ് വിമതരുടെ ഇടയിലെ ഇടയന്മാർ തന്നെയും തങ്ങളുടെ ഒപ്പമുള്ളവരെ പഠിപ്പിച്ചിരുന്നതും അവരിൽ നിന്ന് ഇപ്പോഴും പ്രതീക്ഷിക്കുന്നതും എന്ന സത്യം. ഈ അനുസരണം ഒന്നു മാത്രമാണ് ഏറെ വൈജാത്യങ്ങളും വ്യത്യസ്തതകളുമുള്ള നൂറുകണക്കിന് പേരെ മറ്റു ചങ്ങലകളൊന്നും ഇല്ലാതിരുന്നിട്ടും ഒരേ വിശ്വാസത്തിലും ഒരേ കർത്താവിലും ഒരേ ജ്ഞാനസ്നാനത്തിലും പങ്കുകാരാക്കി നിർത്തുന്നതെന്ന വലിയ പാഠം. ലോകമെമ്പാടുമുള്ള 140 കോടിയോളം കത്തോലിക്ക വിശ്വാസികളെ വിദൂരസ്ഥനായ ഒരു വയോധിക പിതാവിൻ്റെ ആധ്യാത്മിക പാലനത്തിന് വിധേയരാക്കി നിർത്തുന്ന ശക്തിയുടെ ഉറവിടവും ഈ അനുസരണമാണ് എന്നത്. ഈ അനുസരണത്തിലൂടെ
സഭാ നേതൃത്വവും വത്തിക്കാനും നിർദ്ദേശിച്ചത് നടപ്പാക്കാനാണ് പഴയ അധികാരിയെ നിയമിച്ചത്. പക്ഷേ മാർപ്പാപ്പയുടെ നിർദ്ദേശത്തിൻ്റെ സാധുത പരിശോധിക്കുകയും സ്വയം തീരുമാനമെടുക്കുകയും ചെയ്യുന്ന ഗുരുതരമായ വ്യതിചലനമാണ് അദ്ദേഹത്തിൽ നിന്നും തുടരെ ഉണ്ടായത്. അദ്ദേഹം അത് ഉദ്ദേശിച്ചാലും ഇല്ലെങ്കിലും മാരകമായ താൻ പോരിമ എന്ന് പുറമേ തോന്നിക്കുന്ന നിലപാട്, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനുള്ള സെൻസിബിലിറ്റിയും സെൻസിറ്റിവിറ്റിയും സഭയ്ക്ക് പുറത്തുള്ള താങ്കൾക്ക് എങ്ങനെ ഉണ്ടാകാൻ? കേൾവിക്ക് ഇമ്പമുള്ളത് പറയുന്നവർ ആളെ കൂട്ടുന്ന കാലത്തെക്കുറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുന്നറിയിപ്പുണ്ട്. പതിവ് പ്രേക്ഷകർക്കും അങ്കമാലിയിലെ വിമതർക്കും ഇമ്പമുള്ളത് പറഞ്ഞു കയറുമ്പോൾ അവതാരകൻ അറിഞ്ഞിരിക്കേണ്ട മറ്റു ചിലതും കൂടി. അതിരൂപതയിലെ വിമതരെ നയിക്കുന്നത് കുർബാന ഭക്തിയാണെന്ന് പറയാനാവില്ല. കുർബാനയുടെ പേരിൽ പ്രാമാണിത്വം സ്ഥാപിക്കാനുള്ള ശ്രമവും അജണ്ടയും കാർദിനാൾ മാർ ആലഞ്ചേരി പിതാവിനെ അംഗീകരിക്കില്ലെന്ന ശീഷ്മയ്ക്ക് തുല്യമായ അരൂപി. 5000 പേരും ഏതാനും ഇടയന്മാരും മാത്രമേ ഒപ്പമുള്ളൂവെങ്കിലും അത് മറച്ചു പിടിച്ച് തങ്ങൾക്ക് പുതിയൊരു സഭ റോമിന് കീഴിൽ ഉണ്ടാക്കാമെന്ന് നിരന്തരം ആരെയൊക്കെയോ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന അൽമായ സംഘത്തലവൻ്റെ അരൂപി. അതിനവർ ഇരുമുന കലാപമാണ് നടത്തുന്നത്. ജനാഭിമുഖ കുർബാനയ്ക്കു വേണ്ടി വിമതരിലെ ഇടയന്മാരുടെ മുറവിളി, ആലഞ്ചേരി പിതാവിനെ അവഹേളിച്ച് ഇല്ലായ്മ ചെയ്യാൻ ഈ തർക്കം പോരാ എന്ന് നനച്ചവർ വിഷം തുപ്പുന്ന അൽമായ സംഘത്തലവനെ അതിനുള്ള ജോലി ഏൽപ്പിച്ചു. അതിരൂപതയുടെ സ്ഥലം വിറ്റതിൽ കാർദിനാൾ ക്രമക്കേട് കാണിച്ചു എന്നത് ഈ സംഘത്തിൻ്റെ ആക്രോശം. അങ്ങനെ സമ്പത്തിൻ്റെ കാര്യം പറഞ്ഞ് അൽമായരും കുർബാനയുടെ കാര്യം പറഞ്ഞ് ഇടയന്മാരും. ഇത് ആസൂത്രിതമായ ഇരുമുന പദ്ധതിയാണെന്ന് ഗ്രഹിക്കാൻ ജയശങ്കറുടെ ബുദ്ധിക്ക് കഴിയുന്നില്ലെന്നുണ്ടോ? ആ സംഘത്തലവൻ മാർ ആൻഡ്രൂസ് താഴ്ത്തി പിതാവിൻ്റെ മുമ്പിൽ നടത്തിയ പ്രകടനം കണ്ടവർ ഞെട്ടിയോ വിറച്ചോ ഞാൻ എന്ന കവിതാശകലം അറിയാതെ ചൊല്ലിപ്പോയിരിക്കണം. അവിടെ ആ സംഘത്തലവനെ നയിച്ച സ്പിരിറ്റ് സ്ത്രീകളടങ്ങിയ ആ ഗണത്തിൻ്റെ ജീവിതത്തെ നയിക്കുന്നെങ്കിൽ വിശ്വാസികൾ ഞെട്ടുക തന്നെ വേണം. ഭയപ്പെടുത്തുന്ന സംശയം, അവരുടെ പോക്ക് എങ്ങോട്ടാണ്? ഏത് ഇരുട്ടിലേക്കാണ്? ആരെയും തകർക്കാനല്ല, അനുസരണത്തിലേക്ക് വന്ന് എല്ലാവരും ജീവനിൽ വളരാനാണ് സഭാ നേതൃത്വവും പാപ്പയും ശ്രമിക്കുന്നത്. അതിൻ്റെ ചൈതന്യവും സ്പിരിറ്റും തിരിച്ചറിയാഞ്ഞാൽ കർദിനാളിനെ അപമാനിക്കാൻ മാത്രം ലക്ഷ്യമിട്ട വിമതനാവുകളെ വിശ്വസിച്ചാൽ അവതാരകനെ എന്തും പറയാം. പക്ഷേ സത്യങ്ങളെ പുഷ്ടിപ്പെടുത്തിയ സംഭാവനകളുടെ ചരിത്രത്തിൽ അതൊന്നും ഉണ്ടാകില്ല എന്നു മാത്രം.